ശക്തമായിട്ടുള്ള മത്സരമാണ്. തിരിച്ചുപറയും ഏകദേശം നമ്മുടെ ഓട്ടത്തിലെ പകുതി ഒപ്പത്തിനൊപ്പമല്ലേ ഇന്ത്യയിൽ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ രണ്ട് കളികളെല്ലാം ആവേശത്തോടെ ടൂർണമെന്റിലോട്ട് കൊണ്ടു വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ് ആ പച്ചപ്പണ്ടായിരുന്നു ആവേശോജ്വലമായ ഗോകുലത്തിന്റെയും ചെറിയ പള്ളികളുടെയും മനോഹരമായ മത്സരം. അന്തരീക്ഷത്തിൽ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള TBC തിരുത്തിപ്പുറത്തിന്റെ ശക്തിയിൽ തിരുത്തിപ്പുറം ട്രാക്കിലൂടെ വരുന്നു. തിരുത്തിപ്പുറത്ത് നമുക്കറിയാം നമ്മുടെ ഓണപ്പറപ്പിലെ ഒളിമ്പിക്സ് എന്ന വെള്ളിക്കപ്പ് തിരുത്തിപ്പുറത്തിന്റെ നിരുമാറിൽ എതിർത്ത് വെച്ച് കൊടുത്തു നടത്ത TBC തിരുത്തിപ്പുറം. അതേപോലെ താനിയം ഗ്രേറ്റ് മത്സരങ്ങളിൽ അടുപ്പിച്ച് 5 വട്ടം തിരുത്തിപ്പുറത്തിന്റെ നിരുമാറിലേക്ക് ആ കപ്പെടുത്തു കൊണ്ടുവന്ന താനിയം ഗ്രേറ്റ് എന്തൊരു മത്സരമായിരിക്കും. അപ്പോ ജില്ലാ കളക്ടറേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മത്സരങ്ങള് ഈ ആവേശകരമായ മത്സരത്തില് ഏറ്റവും ആവേശകരമായ മത്സരത്തില് ആര് ജയിക്കും ആര് ജയിക്കുമെന്ന് വിലയിരുത്താൻ കഴിയാത്ത താനിയം ഗ്രേറ്റ് കോട്ടപ്പുറം ഗായവിന്റെ ജനഗണികകളെ
നമ്മുടെ ആ ഫിനിഷിന്റെ കുറ്റിയുടെ നേരെ കിടക്കുന്ന ബോട്ട് മാറി നമ്മൾ ഒന്ന് പുറകോട്ട് എത്തിയാൽ മതി. 0 ആംഗിളിൽ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഫിനിഷിന്റെ കുറ്റി കൃത്യമായിട്ട് 4 കുറ്റികളും 0 ആംഗിൾ വരാൻ വേണ്ടിയാണ്. ഓക്കെ, അവർ മാറ്റുന്നുണ്ട്. സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 എ ട്രാക്കിലൂടെ ബി ട്രാക്കിലൂടെ വടക്കുപുറം കടന്നു വരികയാണ്. ഇപ്പോൾ പറയുമ്പോൾ എ ട്രാക്കിലുള്ള സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അല്പം മുമ്പിലേക്ക് ഇല്ല, വിടില്ല. വടക്കുപുറം 2023 പുനർജനി ബോട്ട് PBC വടക്കുപുറം നെഹ്റു ട്രോഫിയിൽ ചരിത്രമേറിയ ആദ്യത്തെ കന്നി മത്സരത്തിൽ വിജയിച്ച വടക്കുപുറം ഇവിടെ ഈ വർഷത്തെ 5ാമത്തെ ഫൈനലിലേക്ക് അവർ തുഴഞ്ഞു നീങ്ങുകയാണ്. സുന്ദരമായ രീതിയിൽ വടക്കുംപുറം തുഴയുന്ന സിംഗപ്പൻ 1ാം തുഴയുന്ന ടിപ്പു 1ാം പങ്കാളിക്കാരനായ ദേവദത്തൻ 2ാം പങ്കാളിക്കാരനായ വടക്കുംപുറമേ എന്റെ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കാഞ്ഞു തുഴയട, ഒന്ന് പിടിക്കട. ഈ വടക്കുംപുറത്ത് ഒന്ന് പിടിച്ചു കെട്ടാൻ ആരാളെ കടത്തി വെട്ടും, ആരാളെ കടത്തുമെന്ന് പറയാനാകട്ടെ. ഇതാ വടക്കുപുറം പോകുന്നു, സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 പോകുന്നു. എന്റെ വടക്കുപുറമേ സിംഗപ്പൻ തുടങ്ങുകയാണ്. 2 1ാം നിലക്കാരും എന്നെ ചെയ്യുമ്പോൾ അര വളപ്പാട് കാൽ വളപ്പാട് മുന്നിലേക്ക് വടക്കുപുറം ഇതാ ഇന്ത്യയിലേക്ക് പോരാടുന്നു. ഇല്ല വടക്കുപുറം വടക്കുപുറം ഏതാണ്ട് 6 ആളുകളാണോ 7 ആളുകളാണോ നമുക്കറിയില്ല. ജഡ്ജസ്മാരുടെ ഉജ്ജ്വലമായ രീതി സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഇവിടെ മത്സരിച്ചു. നിങ്ങൾക്ക് 2 വള്ളങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേരുകയാണ്. വടക്കുംപുറം ചാക്കായ വടക്കുംപുറം ബി ട്രാക്കിലുള്ള കടന്നു വരെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അസ്തമയസൂര്യന്റെ പൊൻകിരണങ്ങൾക്കിടയിലൂടെ ആ മഴത്തുള്ളികൾ പോലെ ജലകളികൾ റോഡിലേക്ക് പൊട്ടിത്തെറിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടില്ലേ. കുഞ്ഞോളങ്ങളെ തീ പിടിപ്പിച്ചുകൊണ്ട് ആ ജലരാജക്കന്മാരികളെ കടന്നു വരുമ്പോൾ ഒരു പുതിയ ചരിത്രത്തിനായി കുട്ടൻപറമ്പിലും ഗോകുലത്തുമുടലും അറിയിൽ തലയും മുറുക്കി കൈനെയും നിറഞ്ഞു പോരാടുമ്പോൾ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ഇതൊക്കെ പ്രവചനങ്ങൾ കഠിനമാണ്. ഏകദേശം 2 ട്രാക്ക് ദൂരം പിന്നിടുമ്പോൾ 2 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമല്ലേ ഇഞ്ചോടി പോരാടിക്കൊണ്ട് 2 കളിവള്ളങ്ങളും ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗോകുലത്തുപുത്രൻ ജോയല്ലേശ്വരം ചെയ്യുന്ന കഴിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അതിന്റെ അടിയത്ത് സരിയും അതിന്റെ അന്നത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരപറമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ജോണിച്ചേട്ടന്റെ ക്യാപ്റ്റൻസിയിൽ കടന്നു വരുമ്പോൾ അതിന്റെ അടിയത്ത് സുബ്രഹ്മണ്യൻ മുട്ടുന്നത് സരിയുടെ നടന്നു വരുമ്പോൾ എന്തൊരു മത്സരമാണ് എന്റെ പ്രിയപ്പെട്ടവര്. ശക്തമായിട്ടുള്ളൊരു മത്സരം കുട്ടൻപറമ്പിലാണോ ഗോകുലത്തുപുത്രനാണോ ആവേശം മലയടിക്കട്ടെ. ഈ മത്സരത്തിലെ ട്രോഫികൾ ചിന്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടൻപറമ്പിലും ഗോകുലത്തുപുത്രനെ കടന്നു വരുമ്പോൾ ഇതൊരു ചരിത്രമാണ്. ചരിത്ര മുഹൂർത്തത്തിലേക്കുള്ള ഒരു കാഴ്ചയോടെ എന്റെ പ്രിയപ്പെട്ട ബോട്ടിലേക്ക് ഇറക്കണം. അപ്പോൾ ചരിത്രമുഖം സാക്ഷികാരങ്ങൾ കാത്തിരിക്കുമ്പോൾ കുട്ടൻപറമ്പിൽ മുതൽ കൊണ്ടുള്ള ആദ്യത്തെ ട്രോഫികളുടെ മാത്രമേ വേണ്ടി PBC പോരാടുമ്പോൾ ചരിത്ര മുഹൂർത്തമാണ്. പുതിയ ചരിത്രത്തിന്റെ പിറവിയെടുക്കലാണ്. കാരണം മധ്യകേരളത്തിന്റെ 2024 സീസണിലേക്ക് പുതിയ